ഇതിപ്പോൾ രാവിലെ തന്നെ നേരം വെളുക്കുകയാണല്ലോ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ദിവസം തുടങ്ങിയിട്ട് പണ്ട് മാമൻ പറയുമായിരുന്നു രാവിലെ ഒരു പുക ഉള്ളിലേക്ക് ചെന്ന് പിന്നത്തെ കാര്യം നല്ല സുഖമായിട്ട് നടക്കുന്നു. അതുപോലെ അപ്പോൾ എൻ്റെ തന്നെ കാര്യം കേട്ടോ. രാവിലെ എണീച്ച് അടുപ്പ് കത്തിച്ച് അരിയൊന്നും അടുപ്പത്താക്കിയാൽ പിന്നെ എൻ്റെ പണിയൊക്കെ സ്പീഡിൽ നടക്കുക. അരി അവിടെ കിടന്ന് വേകുമ്പോഴേക്കും നമ്മളെ പണി നടക്കില്ല. അങ്ങനെ ചായ ഉണ്ടാക്കി ഇവരെ സ്കൂളിൽ പറഞ്ഞു വിട്ടു. പിന്നെ ഈ കുഞ്ഞിപ്പുഴുവിന് രാവിലെ ഒരിക്കലും വലിയൊരു പണിയുണ്ട്. രാവിലെ എണീച്ചത് ഈ സോഫയിൽ കിടന്ന് ഒരു മണിക്കൂർ ഇതുപോലെ വരുള്ളൂ. പിന്നെ കുളിയും ഇതൊക്കെ ഒരുമിച്ച് അങ്ങ് കഴിയട്ടെ. പിന്നെ അവരെ പറഞ്ഞു വിട്ടാൽ പിന്നെ പണിയൊന്നുമില്ല. പിന്നെ ചായയൊക്കെ കൊടുത്ത് വേഗം പണ്ട് നമ്മുടെ അമ്മയൊക്കെ പറയായിരുന്നു എങ്ങനെയെങ്കിലും ഒന്ന് കഴിക്കുന്നത്. ഇപ്പോഴുള്ള അവസ്ഥ നമുക്ക് വന്നപ്പോഴല്ലോ അല്ലേ എങ്ങനെ കഴിപ്പിക്കാനുള്ള ഈ ഫുഡ് കഴിപ്പിക്കൽ വലിയൊരു പണിയാട്ടോ. കുറേ സമയം ഇരുന്ന് നമ്മളെ സമയം അങ്ങ് പോയി കിട്ടും. എനിക്കാണ് ഇന്ന് സ്കൂളിൽ പോകാനുള്ള ദിവസമാണ്. അപ്പോൾ സമയം പോകുന്ന അറിയില്ല. എന്തായാലും ഇരുപത്തിലൊക്കെ കഴിപ്പിച്ച് പിന്നെ എണീച്ച് പോയി ബാക്കിയുള്ളൊരു കഷ്ണം ദോശ ഞാൻ എൻ്റെ വയലേക്ക് അങ്ങ് ചുരുട്ടിട്ടല്ല പിന്നെ അതാ ഈ മുടി കെട്ടൽ ആദ്യം പറയും 2 കൊമ്പ് പിന്നെ 3 കൊമ്പ് പിന്നെ ഒരു കൊമ്പൊക്കെ പിന്നെ പറയും ഒരു കൊമ്പും വേണ്ടാന്ന് വെറുതെ ചീത്ത മതി. അങ്ങനെ ഇതുപോലെ ചെയ്യട്ടോ. എയർ ബാൻഡും ടിക്റ്റിക്കൊക്കെ എന്താ വെക്കാത്തതെന്ന് ചോദിച്ചാൽ അംഗൻവാടിയിൽ ഇപ്പോൾ ഒരു ഫാൻസി ഷോപ്പ് തുടങ്ങാൻ അത്രയും സാധനം ഉണ്ടാവും കേട്ടോ. ഇടയ്ക്ക് ടീച്ചറും കൊണ്ട് പകുതിയൊക്കെ പെറുക്കി കൊടുത്ത് തിരിച്ചു വിടും കുത്തുന്നതെന്ന് പറഞ്ഞാൽ അവിടെ എത്തും. പിന്നെ പോകാൻ നേരം അവൾ ചോദിക്കും ഞാൻ അംഗൻവാടിയിലേക്കോ അതോ സൂവിലേക്കോ എന്ന്. പിന്നെ ഞാനതൊന്നും നോക്കില്ല. ഇന്നലത്തെ ചക്കേൻ്റെ ആദ്യമായിട്ട് കിട്ടിയ ചക്കേൻ്റെ കുരുണ്ടായിരുന്നില്ല. അതിങ്ങനെ നന്നാക്കും മോനവിടെ നിന്ന് പറയുക കോടതി വെടിക്കെട്ടും സൗണ്ടൊക്കെ തരുക വെച്ചാൽ അമ്മ ഇതുവരെ അറിഞ്ഞില്ല. ഞാനൊന്നും മൈൻഡ് ചെയ്തില്ല. വേഗം അടുപ്പത്ത് വെച്ചിട്ട് ചക്കക്കുരു ആദ്യത്തെ കുരു ആകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അങ്ങനെ ചക്കക്കുരു അവിടെ കിടന്ന് വരുമ്പോൾ നമ്മൾ മുരിങ്ങൻ്റെ ഇലയൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് തേങ്ങേൻ്റെ അരപ്പ് റെഡിയാക്കണം. നല്ല തേങ്ങയും ചെറിയ ഉള്ളിയൊക്കെ അരച്ചിട്ട് നല്ല രസത്തിൽ. അപ്പോഴത്തെ ചക്കക്കുരു വെന്ത മുരിങ്ങേൻ്റെ ഇലയിലേക്ക് ഇട്ട് അരപ്പൊക്കെ നമ്മുടെ കറി റെഡി ആയിട്ട് ഇനിയൊന്ന് വറവും കൂടി ഇട്ട് ഒരു ഉണക്കമീനോട് പൊരിച്ചത്. അപ്പോൾ അപ്പോഴേക്കും ഞാൻ റെഡി ആയിട്ട് എനിക്ക് സ്കൂളിൽ പോകാനായി. എനിക്കാണെങ്കിൽ നട്ടാപ്പരി നട്ടുച്ചയ്ക്കാണ് ക്ലാസ് കേട്ടോ 1:30. അപ്പോൾ നട്ടാപ്പരി വെയിലാണ്. തിരിച്ച് വരുമ്പോൾ ഇതുപോലെ ഉണ്ടാവുമോ ആവോ. അത്രയ്ക്ക് വെയിലും ചൂടുമായിരുന്നു കേട്ടോ. അങ്ങനെ ക്ലാസ്സിലെത്തി എൻ്റെ കുഞ്ഞുമക്ക് കുറച്ച് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതായിട്ട് എൻ്റെ സ്കൂള്. അപ്പോൾ കൈതപ്പൂയിലുള്ള സ്കൂളാണ്. അപ്പോൾ അവരെയൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ള എല്ലാവരും ലൈക്ക്